ജോഷുവ അധ്യായം 12. കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാനു കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്: ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ. അവൻ്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമോന്യരുടെ അതിരായ യാബോക്ക് നദി വരെ കിടക്കുന്ന ഗിലെയാദിൻ്റെ പകുതിയും, കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും, ബദ്യഷീമോത്തിന് നേരെ അരാബ സമുദ്രം വരെയും, തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗഷൂറിൻ്റെയും അതിർത്തികൾ വരെയും, ബാഷാനും ഗിലെയാദിൻ്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോൻ്റെ അതിർത്തി വരെയും അവൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ, ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലെബനോൻ താഴ്വരയിലുള്ള ബെൽഗാദ് മുതൽ സെയീറിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മല വരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും നെഗബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറീക്കോ, ബാഥലിന് സമീപമുള്ള ആയ്, ജെറുസലേം, ഹെബ്രോൺ, ജാർമൂത്ത്, ലാഖിഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അദുല്ലാം, മക്കേദ, ബദേൽ, തപ്പുവ, ഹേഫർ, ആഫെക്, ലാഷറോൺ, മാദോൻ, ഹാസോർ, ഷിംറോൺ, മെറോൺ, അക്ഷാഫ്, താനാഖ്, മെഗീദോ, കെദേശ്, കാർമലിലെ യോക്നെയാം, നഫ്ദോറിലെ ദോർ, ഗലീലിയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. ആകെ 31 പേർ.